അവന്റെ പേര് ഞാൻ ഒച്ചത്തിൽ വിളിച്ചു പറയും. അവന്റെ പേര് ലിജു കൃഷ്ണ എന്നാണ്. അവൻ ചെയ്ത സിനിമയുടെ പേര് പടവെട്ട്. മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന പടവെട്ട് എന്ന സിനിമ നിവിൻ പോളി നായകനായി സണ്ണി വെയിൻ നിർമ്മിച്ച് പടവെട്ട് എന്ന സിനിമ സംവിധായകനായ ലിജു കൃഷ്ണയ്ക്കെതിരെ ക്രൂരമായ പീഡനത്തിന് ഇപ്പോൾ അതിജീവിത പരാതിയുമായി എത്തിയിരിക്കുകയാണ്. തനിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വളരെയധികം ഇഷ്ടമാണെന്നും തനിക്ക് ശരീരം വളരെയധികം ഇഷ്ടമാണെന്നും ലിജു കൃഷ്ണ പറഞ്ഞതായി ഇപ്പോൾ യുവതി മൊഴി നൽകിയിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് അതിജീവിത പുറത്തു വന്ന് തന്നെ പീഡിപ്പിച്ച വ്യക്തിയുടെ പേര് പറയുന്നില്ല എന്ന്. താൻ വ്യക്തമായി തന്നെ പറയുകയാണ്, പടവെട്ടുന്ന സംവിധായകനായ ലിജു കൃഷ്ണ തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നും ഇപ്പോഴും അതിന്റെ ആഫ്റ്റർ എഫക്ട് തന്നെ വേട്ടയാടുന്നുവെന്നും WCC ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തു പറയാൻ ധൈര്യം കാണിച്ചത് എന്നാണ് യുവതി പറയുന്നത്. സ്ത്രീയുടെ മുഖമല്ല ശരീരമാണ് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലിജു കൃഷ്ണ പീഡിപ്പിച്ചതെന്നും അതിജീവിത പറഞ്ഞു. ആദ്യമായി സിനിമ ചെയ്യുന്ന ഇദ്ദേഹം ഇൻഡസ്ട്രിയിലെ സ്ത്രീകളെക്കുറിച്ചും മോശമായി പറഞ്ഞു. അവന്റെ സിനിമയും അവന്റെ പേരും ക്യാൻസൽ ചെയ്യപ്പെടേണ്ടതാണെന്നും അവൻ മരിക്കുന്നത് വരെ പീഡനവീരനെന്ന് വിശേഷിപ്പിക്കാനാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിജീവിത അവസാനിപ്പിച്ചത്. പ്രമുഖ മാധ്യമങ്ങളാണ് അതിജീവിത ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ നിരത്തി പുറത്തുവന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെയാണ് അതിജീവിതയും തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടർ TVയിലാണ് വാർത്തയ്ക്കിടെയാണ് അതിജീവിത ഇതിനെതിരെ പ്രതികരിച്ചത്.